ചിരി കാണാൻ കഴിയും. ഏതായാലും മാസ്കിൽ നമ്മൾ പുറത്ത് പതിയെ പതിയെ തിരിച്ചു പറയുന്ന ഒരു കാലത്താണ് നിശ്ചയമായും DYFI സെക്യുലർ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. DYFI എന്ന സംഘടനയെ പരിചയമല്ലാത്ത ആളുകളുണ്ടാവില്ല. ഒരുപക്ഷെ കേരളത്തിൽ 3 അർത്ഥത്തിലുള്ള ആളുകളുണ്ടാകും. ഒന്ന്, DYFI മുമ്പ് പ്രവർത്തിച്ചതും DYFI സഹയാത്രികരായ ആളുകൾ. 2, നിഷ്പക്ഷമതികളായി DYFI നോക്കിക്കാണുന്നവരുണ്ടാകും. 3, DYFIയുടെ വിരുദ്ധ പക്ഷത്തു നിന്ന് അഭിപ്രായ വ്യത്യാസം പറയുന്നവരുണ്ടാകും. 3 അർത്ഥത്തിലായിരുന്നു കേരളത്തിലെ ആളുകളുണ്ടാവുക. ഞങ്ങളുടെ വിരുദ്ധ പക്ഷത്തു നിന്ന് ഞങ്ങളോട് സംവദിക്കുന്നവരോടും ഞങ്ങൾക്ക് സ്നേഹമാണ്, ഇഷ്ടമാണ്. ഞങ്ങൾ അവരെയും ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം DYFI ഒരു മാനവികമായ ജനസംഘടനയാണ്. നോക്കൂ, നിങ്ങൾ പ്രളയം എന്നൊരു ഘട്ടത്തിൽ 14 ജില്ലകളിൽ 13 ജില്ലകളുമെല്ലാം അതിർത്തികളും മറകളേതുമില്ലാതെ തോടും പുഴയുമെല്ലാം ഇരമ്പിയാർന്ന് മനുഷ്യ ജീവിതത്തിന്റെ സ്വാർത്ഥതയിലേക്ക് കടന്നു വന്നപ്പോ പുഴയ്ക്കൊന്നും ഒരു അതിർത്തിയില്ല എന്നും വെള്ളത്തിനൊരു അതിർത്തിയില്ല എന്നും നാം എത്ര കാലം കമ്പാർട്ട്മെന്റിലായി നിർത്തി എല്ലാ സുരക്ഷിത ഭിത്തികളിലേക്കും ഇരമ്പിയാർത്ത് വെള്ളം കടന്നു വന്നപ്പോ മനുഷ്യ ജീവിതങ്ങൾ അസ്വസ്ഥമായി നിലവിളിച്ച സമയത്തും ജീവിതത്തിന്റെയും മരണത്തിന്റെയും നൂലടിപ്പാലത്തിന് മുകളിൽ ഇനി എന്താണ് തന്റെ മുമ്പിലുള്ള പൊമ്പഴി എന്ന ചോദ്യത്തിന് മുമ്പിൽ നിസ്സഹായമായി മനുഷ്യർക്ക് നിന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ, ലോകത്ത് ദുരന്തമുള്ളൊരു സംഘടന കല്ല് ചുമന്ന് കക്കവാരി ഈ നാട്ടിലെ മനുഷ്യർക്ക് അധ്വാനശീലം തിരിച്ചു കൊടുത്ത് 11 കോടി രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ മാനവികമായ യുവജന സംഘടന പേര് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അതാണ് DYFI രാഷ്ട്രീയം, അതാണ് മാനവികമായ രാഷ്ട്രീയം. തോറ്റുപോകുന്നിടത്ത് കരുതായി ഒരു നാടിനെ നിൽക്കുന്നതിന്റെ പേരാണ് DYFI. തോറ്റുപോകുന്ന മനുഷ്യർക്കും കരുത്തിന്റെ പര്യായമാണ് DYFI. നോക്കൂ, നിങ്ങൾ കല്ല് ചുമന്നിട്ടുണ്ട്, കക്ക വാരിയിട്ടുണ്ട്, മീൻ പെറുക്കിയിട്ടുണ്ട്, അച്ചാർ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 11 കോടി രൂപ ദുരന്തമുഖത്തൊരു സംഘടന മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. അഭിമാനമുണ്ട് DYFIക്ക്. എന്തുകൊണ്ടെന്നാൽ പട്ടിണി കിടക്കുന്ന മനുഷ്യർക്ക് മുമ്പിൽ കിറ്റായി പ്രിയപ്പെട്ടവരെ ഭക്ഷണം എത്തുന്നുണ്ടെങ്കിൽ അത് DYFI അധ്വാനിച്ച തുക കൊണ്ടാണ് എന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ്. അതുകൊണ്ടാണ് DYFI ഒരു മാനവികമായ സംഘടനയായിരിക്കുന്നത്. DYFI മനുഷ്യത്വ സംഘടനയായിരിക്കുന്നത്. തൊട്ടടുത്ത മനുഷ്യന്റെ തൊട്ടടുത്ത മുറിയിൽ തീ ആളിക്കത്തുമ്പോൾ നിന്റെ മുറിയിൽ നിന്ന് നിനക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ചൊന്നും പറയാനില്ല എന്നൊരു കവിത പണ്ടുണ്ടായിരുന്നു. എന്റെ തൊട്ടടുത്ത മുറിയിൽ തീ ആളിക്കത്തുമ്പോ എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ചൊന്നും പറയാനില്ല എന്നതാണ് ആ കവിത. എന്റെ തൊട്ടടുത്ത മനുഷ്യന്റെ ജീവിത അസ്വസ്ഥങ്ങൾ എന്നെ പ്രയാസപ്പെടുത്തുമ്പോഴാണ് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആവുക, മനുഷ്യനാവുക, മാനവിക ബോധമുള്ളവനാവുക. അതാണ് DYFI നാടിനെ പഠിപ്പിച്ചത്. ഏതേതു കാലം ഇന്ത്യൻ ജനാധിപത്യം, ഏതേതു കാലം ഇന്ത്യൻ മതനിരപേക്ഷത പോരാടപ്പെടുന്നുവോ അവിടെയെല്ലാം നിങ്ങൾക്ക് DYFIയുടെ ശുഭ്രമായ കാണാം. 1980 ഈ കൊച്ചു പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. 1980 പിറവിയെടുക്കുമ്പോൾ DYFIയുടെ കൊടിയടയാളമായി DYFI മുന്നോട്ട് വെച്ചത് എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നതാണ്. അതൊരു മാനവിക മുദ്രാവാക്യമല്ലേ? എല്ലാവർക്കും തൊഴിലുണ്ടാവുകയും എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുകയും എന്ന കൊടിയടയാള മുദ്രാവാക്യമാക്കിയ ഏക യുവജന സംഘടനയാണ് DYFI. 80 ഒരു പക്ഷേ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് ഏറ്റവും അവസാനം പിറവിയെടുത്ത ഒരു സംഘടനയാണ് DYFI. എന്നാൽ DYFIക്ക് മുമ്പ് പിറവിയെടുത്ത അസംഖ്യം വരുന്ന യുവജന സംഘടനകൾ അവരുടെ രാഷ്ട്രീയ മുദ്രാവാക്യത്തിന്റെ കീഴിൽ തൊഴിലും വിദ്യാഭ്യാസവും ഒരു പ്രശ്നമായി പോലും മുഖവിലേക്ക് എടുത്തിരുന്നില്ല. DYFI ആണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെയാണ് DYFI സമരം നടത്തുന്നത്. പക്ഷേ പ്രായമുള്ളവരുണ്ട്, മുൻകാലത്തെ DYFI പ്രവർത്തകരുണ്ട്. അവർ അടിയേറ്റ് വാങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടി? തൊഴിലില്ലായ്മ വേതനത്തിന് വേണ്ടി. തൊഴിൽ ഞങ്ങൾക്കില്ലെങ്കിൽ ഞങ്ങൾക്ക് മറിച്ച് വേതന നൽകണം എന്ന അഭിപ്രായം DYFI ഉണ്ടായിരുന്നു. വലിയ സമരം ആ കാലത്തുണ്ടായിട്ടുണ്ട്. മന്ത്രിമാരെ വഴി തടയുന്ന സമരം ഉണ്ടായിട്ടുണ്ട്. അടിയേറ്റ് വാങ്ങിയിട്ടുണ്ട്. നന്നായി തല പൊഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണ് ഇന്ന് കേരളത്തിൽ മാത്രം തൊഴിലില്ലായ്മ വേതനം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് മാനവിക മുദ്രാവാക്യമായിരുന്നു. മതനിരപേക്ഷ DYFIയുടെ കൊടിയടയാളമാണ്. 80 നവംബർ 3 DYFI മുന്നോട്ട് വെച്ച രാഷ്ട്രീയ മുദ്രാവാക്യം 2021 കാലത്തും പ്രസക്തമാണ്.
എന്താ പ്രസക്തം? മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്ക് എന്തു പറ്റി എന്നൊരാകുലത ഈ നാട്ടിലെല്ലാ മനുഷ്യരും ചോദിക്കേണ്ട ചോദ്യമാണെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമുള്ള അഭ്യർത്ഥന. ഇന്ത്യ പിറവിയെടുക്കുന്നതിന് മുമ്പ്, ഇന്ത്യയുടെ അതിർത്തികളും ഇന്ത്യയുടെ രേഖകളും എല്ലാം വരയ്ക്കുന്നതിന് മുമ്പ് ഇന്ത്യക്ക് 2 രൂപ കോയിന്റെ പുറകിൽ ഒരു കാശ്മീരും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശും അങ്ങനെ കേരളവും എല്ലാം ചേർത്ത് വരച്ച ഒരു പടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ എങ്ങനെയായിരുന്നു? ഇന്ത്യ ഒരു മതനിരപേക്ഷ ജീവിതങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് മാനവികമായ ബോധം ഉണ്ടായിരുന്നു. ഇന്ത്യ മനുഷ്യത്വപരമായിരുന്നു. എങ്ങനെയാ? അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിക്കുന്നുണ്ടാവും. ഇവിടെ എൻ്റെ മുമ്പിൽ വിദ്യാർത്ഥികളുണ്ട്. അശോക ചക്രവർത്തിയെ കുറിച്ച് ചരിത്രം പഠിക്കുന്നുണ്ട്. ചരിത്രം പഠിക്കുന്ന കാലത്ത് ഏറ്റവും ബോറ് വിഷയമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചരിത്രം പഠിപ്പിച്ച എൻ്റെ അധ്യാപകന്റെ ഇരട്ട പേര് പള്ള മുഹമ്മദ് എന്നാണ്. പള്ള കാട്ടിയില്ല, ഞാൻ അയാൾ അങ്ങനെയാണ് വിളിക്കാറ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത്രയും റഫായ, അത്രയും പ്രയാസത്തോടുകൂടി പഠിക്കുന്ന സാധനമാണ് ചരിത്ര പാഠപുസ്തകം. അങ്ങനെ അശോക ചക്രവർത്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അശോക ചക്രവർത്തിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു യുദ്ധത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ യുദ്ധമാണ് കലിംഗ യുദ്ധം. കലിംഗ യുദ്ധത്തിന്റെ നടുവിലാണ് അശോക ചക്രവർത്തി തീരുമാനിക്കുന്നത്, ഞാൻ യുദ്ധം അവസാനിപ്പിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ നാട്യരാജ്യമായിരുന്നു അത്. നാട്യരാജ്യമാകുന്ന കാലത്ത് ഓരോ നാട്യരാജ്യങ്ങൾക്കും അവരുടെ അധികാര വിസ്തൃതിയായിരുന്നു അജണ്ട. അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളും പരസ്പരം പോരടിക്കും, യുദ്ധം ചെയ്യും, പോർ വിളിക്കും. അങ്ങനെ അവരവന്റെ അധികാരം ഇങ്ങനെ വിസ്തൃതപ്പെടുത്തും. ഇതായിരുന്നു പൊതുവായ അന്നത്തെ കാഴ്ചപ്പാട്. അങ്ങനെയാണ് കലിംഗ യുദ്ധത്തിന്റെ നടുവിൽ അശോക ചക്രവർത്തി തീരുമാനിച്ചു, ഇനി ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. എന്തിനാണ് അങ്ങനെ പറയാൻ കാരണം? അസംഖ്യം വരുന്ന മനുഷ്യർ മരിച്ചു വീണു. ഓരോ അവയവങ്ങളും ചിഹ്ന ഭിന്നമായി. ഉറ്റവരുടെയും ഉടയവരെയും കുറിച്ച് നിലവിളികൾ കേൾക്കുന്നു. അങ്ങനെ അംഗഭംഗം ചെയ്യപ്പെട്ട ശരീരങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ട ചോരൊലിച്ചു പോകുന്ന ആ യുദ്ധഭൂമിയിൽ വെച്ച്, കലിംഗ യുദ്ധത്തിന് മുമ്പിൽ വെച്ച് ഹിന്ദു മതവിശ്വാസിയായിരുന്ന രാജാവായ അശോക ചക്രവർത്തി പ്രഖ്യാപിച്ചു, ഞാൻ മതം മാറുകയാണ്. ഏതാ മതം സ്വീകരിച്ചത്? ബുദ്ധമതമായിരുന്നു. ബുദ്ധമതമായിരുന്നു. അശോക ചക്രവർത്തി മതം സ്വീകരിച്ച് ആവോളം കാലം ഇവിടെ നാട്ടുരാജാവായി നിന്നിട്ടുണ്ട്. പക്ഷേ അന്നും ഇന്നും എന്നും ന്യൂനപക്ഷത്തിന്റെ മതമാണ് ബുദ്ധമതം. ഒരാളെ പോലും പുതുതായി ബുദ്ധമതത്തിൽ നിർത്തി ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല, ചേർത്തിട്ടില്ല എന്നതാണ് വസ്തുത. നോക്കണം നിങ്ങൾ, അന്നും ബഹുഭൂരിപക്ഷത്തിന്റെ മതമാണ് ഹിന്ദു മതം. അന്നും 180% ആളുകളും വിശ്വസിക്കുന്ന മതമായിരുന്നു ഹിന്ദു മതം. ഹിന്ദു മതത്തിൽ നിന്ന് ഒരാൾ രാജാവ് തന്നെ മാറി ബുദ്ധമതം സ്വീകരിച്ചപ്പോ ബഹുഭൂരിപക്ഷത്തിന്റെ മതമായ ഹിന്ദു മതത്തിൽപ്പെട്ട ഞങ്ങളെ, പ്രജകളെ, ജനങ്ങളെ ഭരിക്കാൻ ബുദ്ധമത വിശ്വാസിയായ ന്യൂനപക്ഷത്തിന് മതം പേറുന്ന അശോക ചക്രവർത്തി ഭരിക്കേണ്ടതില്ല എന്ന വിഘടനവാദപരമായ മുദ്രാവാക്യം കേട്ടിട്ടില്ല ഇന്ത്യയിൽ. അതാണ് വസ്തുത. അതിനുശേഷം മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചു. എത്രയാൾ? ഷാജഹാനും അക്ബറും ബിർബലും ഉൾപ്പെടെ ഒരുപാട് പേര് ഭരിച്ചില്ലേ. താജ്മഹൽ ഉൾപ്പെടെ നമുക്ക് സ്തംഭങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട്. മുഗൾ സാമ്രാജ്യത്തിലെ കോട്ടകൾ ഡൽഹി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് കാണാനാണ്. ഞാൻ പറഞ്ഞത്, മുഗൾ സാമ്രാജ്യം എന്നാൽ മുസ്ലിം നാമധാരികളായ ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചു എന്നതാണ് വസ്തുത. മുസ്ലിം നാമധാരികളായ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോ അന്ന് മുസ്ലിം മതം വളരെ വിലയിരുന്നാവുന്ന മനുഷ്യർ വിശ്വസിക്കുന്ന മതമാണ്. 10 കാലം മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചു. എന്നാൽ മുഗൾ സാമ്രാജ്യം ഇന്ത്യ ഭരിച്ചപ്പോ ന്യൂനപക്ഷത്തിന്റെ മതം പേറുന്ന മുസ്ലിം നാമധാരികളായ ഭരണാധികാരികൾ ഹിന്ദുമത വിശ്വാസികളായ ബഹുഭൂരിപക്ഷത്തിന്റെ മതത്തിൽ വിശ്വസിക്കുന്ന തങ്ങളെ ഭരിക്കേണ്ടതില്ല എന്ന മുദ്രാവാക്യം കേട്ടിട്ടില്ല ഇന്ത്യയിൽ എന്നത് വസ്തുതയാണ്. അവിടെയും ചരിത്രം അവസാനിച്ചിട്ടില്ല. ബ്രിട്ടീഷുകാർ 190 വർഷം ഇന്ത്യ ഭരിച്ചു. കറകളഞ്ഞ കത്തോലിക്ക മതവിശ്വാസികളായിരുന്നു ബ്രിട്ടീഷുകാർ. കറകളഞ്ഞ കത്തോലിക്ക മതവിശ്വാസികൾ, കറകളഞ്ഞ കത്തോലിക്ക മതവിശ്വാസികളായ ബ്രിട്ടനുകാർ ഇന്ത്യ ഭരിക്കുമ്പോ ബ്രിട്ടൻ ഇന്ത്യ വിടണം എന്ന അഭിപ്രായം നമുക്കുണ്ടായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരം, നിസ്സഹകരണ പ്രസ്ഥാനം, ചൗര പ്രസ്ഥാനം, സത്യാഗ്രഹ സമരം, ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡിയാത്ര, പദയാത്രകൾ, സമരങ്ങൾ, സത്യാഗ്രഹങ്ങൾ, പോരാട്ടങ്ങൾ, ജാലിയൻവാലാബാഗ്, അങ്ങനെ അനവധി സമരങ്ങൾ നമ്മൾ നടത്തി. പക്ഷേ കത്തോലിക്ക മതവിശ്വാസികളായ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന അഭിപ്രായം ഒരാൾക്ക് പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോകണമെന്ന അഭിപ്രായമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ മനുഷ്യന്റെ തലച്ചോർ രൂപപ്പെടുന്നതിന് മുമ്പ്, ഇന്ത്യക്ക് അതിർത്തികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ മനുഷ്യരുടെ പൊതുവായ കാഴ്ചപ്പാട് മതനിരപേക്ഷമായിരുന്നു എന്നതാണ്. അതാണ് വസ്തുത. 2 ഗാന്ധിമാർ ഇന്ത്യക്കുണ്ട്. ഒന്നായ
ഒന്ന് ലോകം കണ്ട ഏറ്റവും വലിയ സത്യാഗ്രഹ സമരം. ഫുട്ബോൾ ഗ്രൗണ്ടിന് പോലും സമരങ്ങളുടെ അനുഭവം തീവ്രമാക്കിയ മനുഷ്യനാണ് ഗാന്ധിജി. 1914 ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ സമരങ്ങൾക്ക് പക്ഷേ പുതിയ ദിശാബോധം നൽകിയ മനുഷ്യനാണ് ഗാന്ധി. മണ്ടേല ഉൾപ്പെടെ ലോകത്തിലെ വിവിധങ്ങളായ രാജ്യങ്ങളിൽ പിന്തുണച്ചക്കാരുള്ള മനുഷ്യനായിരുന്നു ഗാന്ധി. ആ ഗാന്ധി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഹിന്ദുവായ സനാതന ഹിന്ദുവാണ് എന്ന് അടിവരയിട്ട് പറയുമ്പോഴും ഞാൻ ഒരു ഹിന്ദു മത വിശ്വാസിയായതുകൊണ്ട് ഞാൻ ഉത്തമനായ മുസ്ലിം കൂടിയാണ് എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഗാന്ധി. ഞാൻ ഉത്തമനായ ഹിന്ദുവായതുകൊണ്ട് ഞാൻ ഉത്തമനായ മുസൽമാൻ കൂടിയാണ് എന്ന് പറഞ്ഞ മനുഷ്യന്റെ പേരാണ് പ്രിയപ്പെട്ട ഗാന്ധി. ഗാന്ധി ഒരു ഗാന്ധിയാണ്. രണ്ടാമത്തെ ഗാന്ധി ആരാ? അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അയാൾ മുസ്ലിമാണ്, ഒരു മുസ്ലിമാണ്. രണ്ട് ഗാന്ധിമാർ. വൈവിധ്യങ്ങളുടെ നാടാണ് ഇന്ത്യ എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഇനി മറ്റുദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? രണ്ട് ആസാദുമാരും ഇന്ത്യക്ക്. ഒന്നാരാ? ഒന്ന് യുവത്വത്തിന്റെ പ്രതീകമായി ഇന്ത്യ ഉയർത്തി കാണിച്ച ഒരു മനുഷ്യൻ ചന്ദ്രശേഖർ ആസാദ്. രണ്ടാമത് ആസാദ് ആരാ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദ്. ഒന്ന് മുസ്ലിമായ ആസാദ്, ഒന്ന് ഹിന്ദുവായ ആസാദ്. രണ്ട് ആസാദുമാരി രാജ്യത്തുണ്ട്. നോക്കൂ നിങ്ങൾ, ചെങ്കോട്ടയിലെ ആദ്യ രക്തസാക്ഷികൾ 4 പേരാണ്. ഒരാൾ സിഖ് മതവിശ്വാസി, ഒരാൾ ഹിന്ദു മതവിശ്വാസി, ഒരാൾ പാഴ്സി മതത്തിൽപ്പെട്ടവരാണ്. മരിക്കുമ്പോൾ പോലും ഒരുമിച്ച് മരിച്ചതാണ്. കയ്യൂർ സമരസേനാനികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ജന്മിമാരുടെ മുമ്പിൽ ഇങ്ങനെ ചാട്ടവാറ എഴുതിയേറ്റും മനുഷ്യർ ജീവിച്ച കാലത്ത് ആത്മാഭിമാന ബോധത്തോടുകൂടി നട്ടെല്ല് നിവർത്താനുള്ളതാണെന്നും ഓരോ മനുഷ്യന്റെ മുഖത്ത് നോക്കി അഭിപ്രായം പറയാനാണ് നാവെന്നും പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാർ ആ സമരത്തിന് നേതൃത്വം കൊടുത്ത് കയ്യൂർ രക്തസാക്ഷിയായ 3 പേർ മഠത്തിൽ അപ്പു, കോയിറ്റ ചിരുവണ്ണൻ, പൊലോല കുഞ്ഞമ്പു നായർ, അബൂബക്കർ മരിക്കുമ്പോൾ പോലും രക്തസാക്ഷിയാകുമ്പോൾ പോലും ഒരേ മതത്തിൽപ്പെട്ടവരല്ല. കുഴിമാനത്തിലേക്ക് നടന്നുപോയത് ഇന്ത്യയിൽ നോക്കണം നമ്മൾ. അതാണ് ഈ നാടിന്റെ പാരമ്പര്യം, അതാണ് നാടിന്റെ വൈവിധ്യം. ആ വൈവിധ്യമാണ് ഇന്ത്യൻ മതനിരപേക്ഷയുടെ അടിസ്ഥാന മൂല്യം. അങ്ങനെ 1949 വിവിധങ്ങളായ ചർച്ചകൾക്കു ശേഷം 1950 ജനുവരി മാസം 26 ഇന്ത്യൻ ഭരണഘടന രൂപപ്പെടുകയാണ്. ആ ഭരണഘടന അസംബ്ലിയിൽ ദീർഘമായ ചർച്ച നടന്നു. ആ ചർച്ചയിൽ ഒന്നിതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കം എങ്ങനെയാകുമെന്നാണ് ചർച്ച. അതിൽ മതരാഷ്ട്രമാണ് ഇന്ത്യ എന്ന് പറയണമെന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. മതരാഷ്ട്രമാകണം ഇന്ത്യ എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടന ആമുഖം തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. നാം ഇന്ത്യക്കാരെന്നാണ് അഭിസംബോധന ചെയ്തത്. നാം ഹിന്ദുക്കളല്ല, നാം മുസ്ലിമാനല്ല, നാം ക്രൈസ്തവരെന്നല്ല, നാം ഇന്ത്യക്കാർ. വി ദ പീപ്പിൾ എന്ന ഏറ്റവും അർത്ഥസമ്പൂർണമായ ഒരു പദത്തെ അഭിസംബോധന ചെയ്തിട്ടാണ് ഇന്ത്യയിൽ ഭരണഘടന ആമുഖം കുറിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അന്ന് വോട്ടെടുപ്പ് നടന്നു. ഇതിനാ വോട്ടെടുപ്പ് ഇന്ത്യ മതരാഷ്ട്രമാകണോ മതനിരപേക്ഷമാകണോ? അങ്ങനെ വോട്ടെടുപ്പിലൂടെ ഇന്ത്യ മതരാഷ്ട്രമാകണമെന്ന വാദത്തെ റദ്ദ് ചെയ്തിട്ടാണ് ഇന്ത്യ മതനിരപേക്ഷമാകണമെന്ന് ഉറച്ചു നിൽക്കുന്നത് എന്ന് ഓർക്കണം. എന്താ മതനിരപേക്ഷത? മതനിരപേക്ഷ നിർവചനം വാചകന്മാർ ചോദിച്ചു. ഇന്ത്യ ഹാസ് നോ സ്റ്റേറ്റ് റിലിജിയൻ ബട്ട് ഇന്ത്യൻസ് ഹാവ് നൺ. ഇന്ത്യക്കൊരു പൊതുമതമില്ല. ഇവിടെ കൂടിയ മനുഷ്യരിൽ 99% ഹിന്ദു മതവിശ്വാസിയാണ് കരുതുക. ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ ഹിന്ദു മതവിശ്വാസം ഇന്ത്യയുടെ പൊതുമതമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. അതായത് അയ്യപ്പൻ ഇന്ത്യയുടെ പൊതു ദൈവമായി ഒരു കാലത്തും വരില്ല എന്നാണ്. സുബ്രഹ്മണ്യ സ്വാമി ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള ദൈവമായി വരില്ല എന്നാണ് പച്ചമലയാളം. കാരണം എന്താ? ഇന്ത്യക്ക് ഒരു പൊതുമതമില്ല എന്നാണ് വസ്തുത. എല്ലാ മതവും ഇന്ത്യയിൽ ഒരുപോലെയാണ് കാണുന്നത് എന്നാണ് വസ്തുത. രണ്ടോ, ഇന്ത്യക്കാർക്ക് മതമുണ്ട്. രണ്ടായി കാണാം. ഇന്ത്യക്ക് മതമില്ല, ഇന്ത്യക്കാർക്ക് മതം ഉണ്ടാവാതിരിക്കാം. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് ഒരു പക്ഷേ 80% ആളുകൾ മതവിശ്വാസികളാവാം. നിരീശ്വരവാദിവാദത്തിൽപ്പെട്ടവരും യുക്തിവാദികളും ഉള്ളവരുണ്ടാകാം. പക്ഷേ അവർക്കും ജീവിക്കാം, അവർക്കും അഭിപ്രായം പറയാം. അതാണ് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാതൽ. അതാണ് കാതൽ. ഇപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടാവും. നമുക്കറിയാം, ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഫ്ലെക്സ് വെക്കുകയാണെങ്കിൽ നമ്മൾ 3 പടം വെക്കാറുണ്ട്. അതൊന്നെന്താ? ഒരു പടം കാവി വസ്ത്രം ധരിച്ചൊരു കൊച്ചുകുട്ടിയിലെ ഒരു പടം. നടുവിലെന്താവും? തലയിൽ തൊപ്പിയിട്ട
ഒരു മുസ്ലിം മതവിശ്വാസത്തെ പ്രതിദാനം ചെയ്യുന്ന തൊപ്പിയിട്ട ഒരു കൊച്ചുകുട്ടിയുണ്ടാവും. മൂന്നാമത്തെ ആന ഒരു കൊന്തയും മാലയിട്ട് ഒരാളുണ്ടാവും. എന്നിട്ട് നമ്മൾ അപ്പച്ചത് അതാണ് മതനിരപേക്ഷത. അതല്ല മതനിരപേക്ഷത. മതനിരപേക്ഷത എന്നാൽ മതചിഹ്നങ്ങൾ പൊതുസമൂഹത്തിൽ പാടില്ല എന്നതാണ്. അത് കുറച്ചും കൂടി ഉയർന്ന സാധനമാണ്. നമുക്ക് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് അങ്ങനെയാണ്. നമുക്കത് അത്രത്തോളം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റില്ല. ചന്ദനക്കുടി പാടില്ല, തലയിൽ തൊപ്പി പാടില്ല, കൊന്ത പാടില്ല എന്നൊക്കെയാണ് അതിന്റെ പച്ച മലയാളം. അത്ര നമുക്ക് ഉയർന്നെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അതാണ് വസ്തുത എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗാനമേള തുടങ്ങുമ്പോൾ എങ്ങനെയാണ്? ഗാനമേള തുടങ്ങുമ്പോൾ പമ്പയാറുപ്പിറക്കുന്നു ശബരിമല എന്ന് പറഞ്ഞ ഹിന്ദു വിശ്വാസിക്ക് കുറച്ചൊരു പുളകം വന്നു. ആ പുളകത്തെ മറ്റുള്ള തൊട്ടടുത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ ഓനെയും കൂടി എന്താക്കണം? ഇത് കൊണ്ടുവരാം. അതിനോ അത് ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം. അപ്പൊ ക്രിസ്തുമത വിശ്വാസി ഞങ്ങളെ കൂടി പരിഗണിച്ചല്ലോ. മൂന്നാമത്തെ എന്താണ്? ആയിരം കാലമകരെയാണെങ്കിലും അമർന്ന് അവരെ മതനിരപേക്ഷ വന്നു. നോക്കൂ നിങ്ങൾ, അങ്ങനെ മതനിരപേക്ഷ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെയൊന്നും മതനിരപേക്ഷതയും ഈ നാട്ടിൽ മതസാഹോദര്യം ഉണ്ടാക്കാനാവില്ല. അതല്ല നമ്മുടെ കാഴ്ചപ്പാട്. അതായത് മതവിശ്വാസം വ്യക്തിപരമാകണം എന്നതാണ്. അവരവന്റെ വ്യക്തിപരമായി നിർവഹിക്കേണ്ട സാധനമാണ് മതവിശ്വാസം. സാൽവേഷൻ, മോക്ഷത്തിനു വേണ്ടിയാണ് മതവിശ്വാസം ഉണ്ടാവേണ്ടത്. സാൽവേഷൻ, അൾട്ടിമേറ്റ് എയിം ഓഫ് റിലീജിയൻ, ദാറ്റ് മീൻസ് സാൽവേഷൻ, അത് മോക്ഷമാകണം എന്നാണ്. അതിനപ്പുറത്തില്ല. അത് അൾട്ടിമേറ്റ് എയിമാണ്. അതാണ് ഏറ്റവും ഉയർന്ന ഉദാത്തമായ ലക്ഷ്യമാകേണ്ടത്. എന്നാൽ അതല്ല നമുക്ക് ഡെയിലി ഇപ്പോൾ ഉൾപ്പെടെ ഉണ്ടാവുന്നത്. നോക്കൂ നിങ്ങൾ, മതചിഹ്നങ്ങൾ പൊതുസമൂഹത്തിൽ ഇടപെടാൻ തുടങ്ങിയാൽ നാളെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യപ്പെടും. ജിനേഷ് എന്ന് പറയുന്ന ഞാൻ ഒരു ഹിന്ദു മതവിശ്വാസിയായി എന്നതാണ് എന്റെ എല്ലാ കുറവിന്റെയും കാരണം എന്ന് പറഞ്ഞ് എന്നെ ഒരു കുറ്റിയിൽ അമർത്തി വെച്ചാൽ, അർഷാദ് എന്ന് പറയുന്ന അർഷാദ് മുസ്ലിം നാമധാരിയായി എന്നതുകൊണ്ട് ആണ് അയാൾക്ക് ഈ സമൂഹത്തിൽ എല്ലാ കുറവും ഉണ്ടാകുന്നത് എന്ന് അയാൾ പറഞ്ഞ് അയാൾ മുസ്ലിം ആക്കി നിർത്തിയാൽ, ജോസഫിന്റെ കുറവ് ക്രിസ്തു മതവിശ്വാസിയാണെന്നതാണ് എന്റെ പ്രശ്നം എന്ന് പറഞ്ഞ് ജോസഫിനെ മൂലക്കിരുത്തിയാൽ, പൗരത്വം വന്നാൽ ജോസഫിനും അർഷാദിനും ജിനേഷിനും ഒരു സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. പെട്രോളും ഡീസലും വില വർദ്ധിപ്പിക്കുമ്പോൾ നിറയപ്പെട്ട കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഒരുമിച്ച് പണം നോക്കി പ്രകടനം നയിക്കാൻ അർഷാദിനും ജിനേഷും ജോസഫിനും കഴിയില്ല. കാരണം എന്റെ മതമുള്ള അത് എന്നെ അനുവദിക്കില്ല. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ഈ ഇന്ത്യയിലല്ല ലോകത്തുള്ള ഏതു മതസംഘടനകളും പ്രിയപ്പെട്ടവരെ അരിക്ക് വേണ്ടിയുള്ള സമരത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ലോകത്തുള്ള ഏതു മതസംഘടനകളും കുടിവെള്ളം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അധികാരിയുടെ മുഖത്ത് നോക്കി സമരം ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. പെട്രോളും ഡീസലും വില വർദ്ധിക്കുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും മതസംഘടന പോസ്റ്റ് ഓഫീസിൽ ടിക്കറ്റ് നടത്തിയത് നമുക്ക് കാണാൻ കഴിയില്ല. സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ഇടപെടുന്നവരാകണം മനുഷ്യ ജീവിതങ്ങൾ. അവരാവണം രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയം എന്നാൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയിൽ ഒരു അഭിപ്രായത്തിന്റെ പേരാണ് രാഷ്ട്രീയം. എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയൊരു കാര്യം സംഭവിക്കുന്ന പോലെയാണ് തോന്നുക. പക്ഷെ എന്താ, ഞാൻ അത്തരമില്ലാത്തവരാണെന്നാണ് പച്ചമലയാണ്. കാരണം എന്താ, ഭൂമിക്ക് കീഴിൽ ഒരു മനുഷ്യന്റെ വിഷയത്തിൽ അഭിപ്രായമുണ്ടോ? ഓ രാഷ്ട്രീയക്കാരനാണ്. ഞാൻ നിങ്ങൾ സഞ്ചരിക്കുന്ന രാഷ്ട്രീയക്കാരാ. പൗരത്വ വിഷയമാണ് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? രാഷ്ട്രീയക്കാരാണ്. രാഷ്ട്രീയ വെട്ടിമുറിക്കുന്ന അഭിപ്രായമുണ്ടോ? രാഷ്ട്രീയക്കാരാണ്. പെട്രോളിന് വില വർദ്ധിക്കുമ്പോ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോ? ഇത് രാഷ്ട്രീയക്കാരാണ്. പാചകത്തിന് വില വർദ്ധിക്കുമ്പോ അടുക്കളയിൽ നിന്ന് നമുക്ക് അമർഷമുണ്ടോ? നാം രാഷ്ട്രീയക്കാരാണ്. അതാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞാൻ സാമ്പത്തിക സൂചിപ്പിക്കാൻ പറഞ്ഞു വന്നത്. ഇന്ത്യൻ മതനിരപേക്ഷത അടിസ്ഥാന പ്രമാണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മതനിരാസമല്ല, മറിച്ച് മതം വ്യക്തിപരമാകണമെന്നും അതിനേക്കാൾ അപ്പുറത്ത് സാമൂഹ്യ ബന്ധങ്ങളിൽ മതം ഇടപെടരുത് എന്നതാണ് പച്ചമയ. ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ചും കൃത്യമായി നിർവചിക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ എബ്രഹാമിൽ തന്നെ പഴയ ജനാധിപത്യത്തിന്റെ നിർവചനം കുട്ടികൾക്ക് അറിയാം. നിങ്ങളിപ്പോ പറഞ്ഞാൽ നോക്കുന്നുണ്ടാവും, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തീരുമാനിക്കുന്ന ഭരണകൂടം. അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ഉരുവിട്ട് പഠിച്ചതാണ് 7ാം ക്ലാസ്സിൽ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇബ്രാഹിമിന്റെ നിർവചനമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിർവചനം. അതെന്താണെന്നറിയോ? ഡോക്ടർ ബി.ആർ. അംബേദ്കർ പറയുന്നുണ്ട്, ജനാധിപത്യം എന്നാൽ ഒരു മനുഷ്യന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ്. എനിക്ക് ഒരു നാട്ടിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യ ഇന്ത്യയാവൂ എന്നാണ്. അങ്ങനെ വന്നാൽ ജനാധിപത്യം ഈ നാട്ടിൽ മരിച്ചാൽ മതനിരപേക്ഷത മരിക്കും. മതനിരപേക്ഷത മരിച്ചാൽ
സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുമായിരിക്കും. എല്ലാം പൂരകങ്ങളാണ്. സപ്തരാശി എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്ജ്വലമായ നാടകകാരൻ ഒരുപക്ഷെ കോൺഗ്രസുകാർ അടിച്ചു കൊന്ന സപ്തരാശി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കവിതയിൽ പറയുന്നത്. എന്താണ് സ്വാതന്ത്ര്യം? ഞാൻ പറയുന്നത് അറിയോ? സ്വാതന്ത്ര്യം എന്നാൽ പൂമ്പാറ്റകളെയും പുല്ലിനെയും പൂവിനെയും സ്നേഹിക്കാൻ കഴിയലാണ്. എന്താണ് സ്വാതന്ത്ര്യം? ഇരവും പകലുമില്ലാതെ കൂട്ടരെ ഒരുമിച്ച് ഹൃദയം പങ്കുവെക്കലാണ് സ്വാതന്ത്ര്യം എന്നാണ്. അങ്ങനെ വന്നാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് മനുഷ്യരായി നിൽക്കാൻ കഴിയില്ല, മാനവികമായി നിൽക്കാനാവില്ല. അതിനെയാണ് എതിർക്കപ്പെടേണ്ടത്. ഈ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് ഇന്ത്യ ഉയർത്തിപ്പിടിച്ചത്. അതിപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? ആ മതനിരപേക്ഷ കാഴ്ചപ്പാട് ചരിത്രാതീതമായി നാം ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകൾക്ക് ഇന്ന് എവിടെ എത്തി നിൽക്കുകയാണ്? ഇന്ന് തൊട്ടാണ് ഈ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ അഭിപ്രായം വന്നു തുടങ്ങിയത്. അതാണ് RSSന്റെ പിറവി, അതാണ് നാഷണൽ ലീഗിന്റെ പിറവി, അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിറവി. മതരാഷ്ട്രത്തെ അധികരിച്ച് മതരാഷ്ട്ര സംസ്ഥാപനത്തിന് വേണ്ടി ഈ നാട്ടിന് RSS പിറവിയെടുക്കുകയും ലീഗ് പിറവിയെടുക്കുകയും ജമാഅത്തെ ഇസ്ലാമി പിറവിയെടുക്കുകയും ചെയ്തതോടുകൂടിയാണ് രാജ്യം ഒരു മതകേന്ദ്രീകൃതമായ സമൂഹമായി മാറാൻ തുടങ്ങിയത്. ഹിന്ദുക്കൾ സംഘടിക്കുന്നു ജമാഅത്തെ ഇസ്ലാമി പറയും, അതുകൊണ്ട് മുസ്ലിങ്ങൾ സംഘടിക്കണം. ഹിന്ദുക്കൾ സംഘടിക്കുന്നു പറഞ്ഞ ലീഗ് മുസ്ലിങ്ങളെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കും. മുസ്ലിങ്ങളൊക്കെ സംഘടിക്കുന്നു, അതുകൊണ്ടോ ഹിന്ദുക്കൾ നാം ഉണരണം എന്ന് ആര് പറയും? ശശികല ടീച്ചർമാർ പറയും. അങ്ങനെ വന്നാൽ മനുഷ്യനില്ലാതാവും, ജാതി മതം മാത്രമേ ഉണ്ടാകൂ. കേരള ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നത്, മലയാളി പരസ്പരം പരിചയമില്ലാത്ത രണ്ടുപേർ പരസ്പരം പരിചയപ്പെട്ടാൽ അവരുടെ ആദ്യ 6 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നിന്റെ മതം ഏതാണ് എന്നാണ്, നിന്റെ ജാതി ഏതാണ് എന്നാണ്. മനുഷ്യരാകുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് നിന്റെ മതവും നിന്റെ ജാതിയും ഏതാണ് എന്ന് നാം ചോദിക്കൂ. എന്തിനാണ് മനുഷ്യർ ജാതിയും മതവും ചോദിക്കുന്നത്? ജാതി ചോദിക്കരുത്, മതം ചോദിക്കരുത് എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവുള്ള ഒരു നാടാണ് ഈ നാട്. ജാതി ചോദിക്കരുത് മാത്രമല്ല, 1891 സെപ്റ്റംബർ മാസം 11-ാം തീയതി ലോക മതമഹാസംഗമത്തിൽ വെച്ച് ഒരു കാഷായ വസ്ത്രധാരിയായ മനുഷ്യൻ ലോകത്തെ വിവിധ രാജ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ വാദിക്കാനും ജയിക്കാനും വന്നതല്ല, ഞാൻ അറിയിക്കാനും വേണ്ടി വന്നതാണ്. ഞാനിതാ ലോകത്ത് തമസ്കരിക്കപ്പെടുകയും കുടിയാക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും അഭയകേന്ദ്രമായി നാട്ടിൽ നിന്ന് കടന്നു വരികയാണ്. എന്റെ പേര് സ്വാമി വിവേകാനന്ദൻ. നോക്കൂ നിങ്ങൾ, എല്ലാ കുടിയാക്കപ്പെടുന്ന മനുഷ്യരെയും സ്വീകരിച്ച നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്നാണ് വിവേകാനന്ദൻ ഒരു നാടിനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞത്. സകലവും കൗതുകമായ അനുഭവം പറയട്ടെ. എങ്ങനെയാണ് മുസ്ലിം മതം കേരളത്തില് പ്രസിദ്ധി ആർജിച്ചത് എന്നതിനെ കുറിച്ച് ഒരു കൗതുകമായ കണ്ടെത്തലുണ്ട്. അതെന്താണെന്നറിയോ? ഹിന്ദു മത വിശ്വാസത്തിൽപ്പെട്ടവർ മുസ്ലിം മതം ഇതിനകത്ത് വന്ന് മുസ്ലിം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. മുസ്ലിം മതത്തിന് പ്രത്യേകത, വ്യാപാരികളായിരുന്നു മുസ്ലിം മത വിശ്വാസികൾ. അത്രയും പേർഷ്യയിൽ നിന്ന് വന്നവരൊക്കെ വ്യാപാരികളാണ്, കച്ചവടക്കാരാണ്. അങ്ങനെ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് വന്നപ്പോ കച്ചവടം അതുവരെ കാർഷിക വൃത്തിയിൽ ജീവിതത്തെ കൊണ്ടുപോയിരുന്ന മനുഷ്യർക്ക് കച്ചവടത്തിലൂടെ പണം ഉണ്ടാക്കണം തോന്നി തുടങ്ങി, കച്ചവടം അഭിവൃദ്ധിപ്പെടുത്തണം തോന്നി തുടങ്ങി. അങ്ങനെ ഹിന്ദു മതവിശ്വാസികളുടെ അന്നൊരു ആചാരം ഉണ്ടായിരുന്നു. ആ ആചാരം കടൽ കടന്നു പോയാൽ അവർക്ക് ഹിന്ദു മതവിശ്വാസത്തിന് പുറത്താകുമായിരുന്നു. കടൽ കടക്കാൻ പറ്റില്ല, കടൽ കടന്നിട്ട് എന്തുണ്ടാവില്ല, വ്യാപാരം നടക്കില്ല. അങ്ങനെയോ കടലിൽ കടന്ന് വ്യാപാരം നടക്കാൻ കഴിയാതെ പോയപ്പോ ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ആളുകൾ തീരുമാനിച്ചു, എന്നാൽ കുടുംബത്തിലെ ഒരാൾ മുസ്ലിം ആയിട്ടേ. അങ്ങനെ ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ഒരാൾ വ്യാപാരം നടത്തി കടൽമാർഗം പുറത്തു പോകാൻ വേണ്ടി ഒരു കുടുംബത്തിൽ തന്നെ മുസ്ലിം മതവിശ്വാസികൾ ഉണ്ടായി കേരളത്തിൽ. അതൊരു കൗതുകമാണ്. എന്ത് ഇടിഞ്ഞു പൊളിഞ്ഞോ? എന്തെങ്കിലും ഈ നാട്ടിൽ കലാപുണ്ടായോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒരു വിഷയം നാട്ടിലുണ്ടായില്ലല്ലോ. അങ്ങനെ ഒരു കുടുംബത്തിൽ മുസ്ലിം മതവിശ്വാസി ഉണ്ടായി, ഹിന്ദു മതവിശ്വാസി ഉണ്ടായി. അങ്ങനെയാണ് ഹിന്ദു മതമൊക്കെ എന്ത് ചെയ്യാൻ പ്രചരിപ്പിക്കപ്പെടുന്നത്. കൗതുകമായ കാര്യമുണ്ട്. നോക്കൂ നിങ്ങൾ, ഓണത്തിന്റെ സദ്യ ഇങ്ങനെ ഇലയിട്ട് വിളമ്പിയാൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ കുറെ സാധനം ഉണ്ടാവും. അത് വിളമ്പാൻ കഴിയില്ല, അത് പറയാൻ കഴിയില്ല. അതൊക്കെ എല്ലാവർക്കും ഒക്കെ ഉണ്ടാവില്ല, അവിയൊക്കെ കിച്ചടിയൊക്കെ ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, കുറച്ച് കാലത്തിൻ്റെയിലാണ് ആ ഇലയുടെ മുമ്പിൽ എന്ത് വന്നത്? ചിക്കന്റെ കഷ്ണം വരാൻ തുടങ്ങിയില്ലേ? ആരാ ചിക്കന്റെ കഷ്ണം കൊടുത്തത്? അത് മുസ്ലിം മതവിശ്വാസം
മതവിശ്വാസത്തിലേക്കുള്ള സംസ്കാരത്തിന്റെ കൈമാറ്റം. നോക്കൂ നിങ്ങൾ, പെരുന്നാളിന് നന്ന പോത്തിറച്ചി ബീഫ് നിന്നാല് ഒരു പായസം കുടിക്കേണ്ടത്. ഇപ്പൊ ആ പായസം ആരാ കൊടുത്തേ? ഹിന്ദു മതവിശ്വാസി സംസ്കാരത്തിലെ കൊടുത്ത. അതാണ് നാട്, അതാണ് വൈവിധ്യം. അതിനെ ഏകശിലാത്മകമാക്കുക എന്നതാണ് രാഷ്ട്രീയം, RSSന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് RSS പറയുന്നത്. അതുകൊണ്ടാണ് ശശികല ടീച്ചർ പറഞ്ഞത് ഓണം എന്നാൽ വാമന ജയന്തിയാണ്. ഓണം എന്നല്ല മാവേലി എന്താ പറയാ തന്റെ പ്രജകളെ കാണാൻ വേണ്ടി വന്നതല്ല ഓണം, മറിച്ചോ അത് വാമന ജയന്തിയാകണം. അതുകൊണ്ട് മറ്റു മതസ്ഥരിൽപ്പെട്ട ഒരാളും ഓണം ആഘോഷിക്കരുത് എന്ന് ശശികല തമ്പുരാട്ടിമാരെ പറയുന്ന കാലത്തേക്ക് നാടെത്തുന്നത്. അതുകൊണ്ടാണ് ഇത്രമേൽ വൈവിധ്യങ്ങൾ പെടുന്ന നാടാണ് ഇന്ത്യ എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അങ്ങനെയാണ് രാജ്യം നാടും ഇത്രമേൽ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ നോക്ക്, ഇവിടുന്ന് പോയി തമിഴ്നാട്ടിലെത്തിയാൽ സാമ്പാറിൽ പരിപ്പ് കൂടും അല്ലേ? ഗ്യാസ് ഞാൻ ഗ്യാസ് ഒരാളാണ്. 2 കൊല്ലം തമിഴ്നാട് ഗ്യാസ് പരിപ്പോട് കൂടിയതാണ്. രസം കൂട്ടി മാത്രം ചോറുന്ന ഗതികളുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ പോകുന്ന നേരെ കർണാടകയിൽ ബാംഗ്ലൂരിൽ പോയിക്കോളൂ. ആ സാമ്പാറിൽ കുറച്ച് മധുരം വരും. സാമ്പാറിനെ മാറ്റാൻ ഞാൻ പറയണേ, അത്ര വൈവിധ്യമുണ്ട്. നിങ്ങൾ നോക്ക്, കാസർഗോഡ് പറയുന്ന വാക്കല്ല, കാസർഗോഡ് കീഞ്ഞി എന്ന് പറയുന്നത്. എന്താ കീഞ്ഞി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി എന്നാ പറയാ. അത് നിങ്ങൾക്ക് എവിടെ ഉണ്ടാവില്ല, തിരുവനന്തപുരത്ത് പോയാൽ കേൾക്കില്ല. ഭാഷയുടെ വൈവിധ്യ, ഇത്രമേ വൈവിധ്യമുള്ള നാടാണ് മലപ്പുറത്തെ ഭാഷ. അതൊക്കെ ചെയ്യരുത്. നിങ്ങൾ കോട്ടയത്ത് പോയാൽ മലപ്പുറം തനി ഭാഷ പറഞ്ഞാൽ തിരിയില്ല, മനസ്സിലാവില്ല. ഭാഷയുടെ വൈവിധ്യ, ആ വൈവിധ്യത്തിന്റെ നടുവിലാണ് ഏകശിലാത്മകമായ നാടുണ്ടാവണമെന്ന് RSS പറയുന്നത്. നാം ഓർക്കുക പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് അസം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ഒരു മനുഷ്യനെ ചവിട്ടിക്കൊന്ന് ആ ചവിട്ടിക്കൊന്ന മനുഷ്യന്റെ നെഞ്ചിലേക്ക് ഒരു മനുഷ്യൻ കാലമർത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. മൃഗങ്ങൾ ഉണ്ടാവുക എന്നതാണ്. മധ്യപ്രദേശിലെ അഫ്സലു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രണയിച്ചു എന്ന ഒറ്റ കുറ്റം ചാർത്തി അയാളെ അടിച്ചു കൊന്നു, വെട്ടിക്കൊന്നിട്ട് വൈക്കോൽ മുമ്പിട്ടിട്ട് കത്തിച്ച അനുഭവം നാടിന്റെ അനുഭവമാണ്. ഈ നാടിന്റെ അനുഭവമാണ്. ഇങ്ങനെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തവരാണ് RSSകാർ. ആ RSS ഹിന്ദു രാഷ്ട്രവാദം ഉണ്ടാക്കണമെന്നാണ്. നോക്കൂ നിങ്ങൾ, NCERTയുടെ പാഠപുസ്തകത്തിൽ ചോദ്യം വന്നു. ചോദ്യം ആശ്ചര്യപ്പെടുത്തുന്ന ചോദ്യമാണ്. ചോദ്യം ഇപ്രകാരമാണ്: ബാബരി പള്ളി 10 കർഷകർ 5 മണിക്കൂർ കൊണ്ട് പൊളിച്ചു. അങ്ങനെ വന്നാൽ 20 കർഷകർക്ക് എത്ര സമയം കൊണ്ട് ആ പള്ളി പൊളിക്കാമെന്നാണ്. ഇത് കണക്ക് പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. രാജുവിന്റെ കയ്യിൽ 4 നാരങ്ങ മിഠായിയുണ്ട്, രാമുവിന്റെ കയ്യിൽ 3 നാരങ്ങ മിഠായിയുണ്ട്. ആരെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ നാരങ്ങ മിഠായി എന്നതാണ് കണക്ക് പാഠപുസ്തകത്തിൽ എന്നെയും നിങ്ങളെയും അധ്യാപകർ പഠിപ്പിച്ചത്. പാലമേറെ കഴിഞ്ഞിട്ടുണ്ടാകും, ഒരുപക്ഷെ സ്കൂളിനും അനവധി മാറ്റമുണ്ടാകും. അതേ രാജുവും അതേ രാമുവും ഇപ്പോഴും ആ സ്കൂളിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ, കണക്ക് പാഠപുസ്തകത്തിലെ ചോദ്യാവലിയും മതം കടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. 2 തരം ഉറുമ്പുകളുണ്ട് ഇന്ത്യയിൽ. ഒരു ഉറുമ്പ് എന്താണെന്നറിയോ? ഒരു ഉറുമ്പ് കറുത്ത ഉറുമ്പാണ്, രണ്ടാമത്തെ ഉറുമ്പ് ചുവപ്പ് ഉറുമ്പാണ്. കറുത്ത ഉറുമ്പ് ഉപദ്രവകാരിയാണ്, ചുവപ്പ് ഉറുമ്പ് നിരുപദ്രവകാരിയാണ്. ഉപദ്രവകാരിയായ കറുത്ത ഉറുമ്പ് ആരാ? മുസ്ലിങ്ങളാണ്. ചുവപ്പ് ഉറുമ്പ് നിരുപദ്രവകാരിയാണ്. ഒന്നും കാട്ടൂല, ചോണൻ കഴിക്കൂല, അതാരാ? ഹിന്ദുക്കളാണ്. ഈ ഉറുമ്പിനെ പോലും ഹിന്ദുവും മുസൽമാനാക്കാൻ ഒരു വൈദഗ്ധ്യം ഉണ്ടല്ലോ. അതാണ് ഇന്ന് RSS പയറ്റി കൊടുക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്നതെങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയണം. അതിനെ ചോദിക്കേണ്ടതുണ്ടോ എന്നതാണ് സെക്യുലർ അസംബ്ലിയിൽ നാം ചോദിച്ചുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനപരമായ ചോദ്യം. മറ്റൊന്ന് മുസ്ലിം മതവിശ്വാസത്തെ മാത്രം ലാക്കാക്കിക്കൊണ്ട് രാജ്യത്ത് പുതിയ തന്ത്രമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ലീഗ് ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ കുറച്ചു മുമ്പ് ഹിന്ദു ലീഗ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് എന്തിനായിരുന്നു? മുസ്ലിം ലീഗ് പുറത്തുണ്ട്, അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ലീഗ് വേണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ലീഗായിട്ട് നിൽക്കണമെന്നതാണ്, സംഘടിക്കണം എന്നതാണ്. ഈ പൊതുബോധത്തിന് മുകളിലാണ് മാനവികമായ കാഴ്ചപ്പാട് ഉയരേണ്ടത്. നോക്കൂ നിങ്ങൾ, 2003 കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്നത്. 2003 മെയ് മാസത്തിലാണ് ശസ്ത്രക്രിയ. ട്രാഫിക് സിഗ്നൽ കണ്ടിട്ടുണ്ടെന്ന്. ട്രാഫിക് സിഗ്നലിൽ ഹൃദയവുമായി ആംബുലൻസ് വരുന്ന രംഗമുണ്ട്. നമ്മൾ ഒരുപക്ഷെ പാതിവായി വഴിപിഴച്ചു പോയി ശ്രീനിവാസൻ എന്നുള്ള കഥാപാത്രം. അവസാനം ശ്രീനിവാസൻ എത്തിയില്ലേ എന്നുള്ള ആദ്യം നമുക്കുണ്ടായിരുന്നു.
അവസാനം അനൂപ്മേനോടൊക്കെ ഒരു ഇടപെടൽ നമ്മൾ കണ്ടതാണ് സിനിമയിൽ. അങ്ങനെ ഹൃദയമാറ്റി കൊടുക്കുന്നു. 2003 ഹൃദയമാറ്റി വെക്കുമ്പോ കെ അബ്രഹാം എന്ന് പറയുന്ന 34-കാരനാണ് ഹൃദയം ഏറ്റുവാങ്ങിയത്. കൊടുത്ത മനുഷ്യന്റെ പേര് സുകുമാരൻ. സുകുമാരന്റെ ഹൃദയം കെ അബ്രഹാം എന്ന് പറയുന്ന 34 വയസ്സുകാരന്റെ പാലമാകുന്ന നാടിന്റെ പേരാണ് കേരളം. എന്ത് മതാവോ എന്ത് ജാതിയാട്ടുകളെ EMS എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ് ഒരു പക്ഷേ ഇല്ലത്തെ ഇലഞ്ഞി മരക്കൊമ്പിൽ പുറവയും പൂടൂരും ആദ്യത്വവും വലിച്ചെറിഞ്ഞ് മണ്ണിൽ പണിയെടുക്കുന്ന മനുഷ്യർക്ക് നിസ്വർഗ വർഗത്തിൽപ്പെട്ട മനുഷ്യർക്കും സ്വപ്നം കാണാൻ കഴിയുമെന്നോ ലാലിനെ പഠിപ്പിച്ച EM ശങ്കർ നമ്പൂരി പറഞ്ഞ EMSന്റെ സഹധർമ്മിണി ആര്യ അന്തർജനത്തിന്റെ കണ്ണുകൊണ്ട് തിരുവനന്തപുരത്ത് അബൂബക്കർ കാഴ്ച കാണുന്ന ഒരു നാടിന്റെ പേരാണ് കേരളം. എന്തു മത എന്ത് ജാതിയാട്ടി നോക്കൂ നിങ്ങൾ. മരിക്കാൻ വേണ്ടി പോകുന്ന ഒരു മനുഷ്യൻ അത് ഹിന്ദു മതവിശ്വാസിയാണെന്ന് കരുതുക. അയാൾക്ക് രക്തം വേണം. എല്ലാ കിതപ്പും കുതിപ്പും പോലെ ഓടി വരുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയുടെ രക്തം ഹിന്ദു മതവിശ്വാസിയുടെ ശരീരത്തിൽ കയറുമ്പോ അയാൾ പറയില്ല എനിക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്ന് അദ്ദേഹം പറയില്ല. മറിച്ചോ പ്രിയപ്പെട്ടവരെ, ഇവിടെ മതം നോക്കിയല്ലാതെ ജാതി നോക്കിയല്ലാതെ ഈ കേരളത്തിൽ ഒരാളും റോഡപകടങ്ങളിൽ മരിച്ചു പോകില്ല എന്ന് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവ മതവിശ്വാസിക്കാരന്റെയും എല്ലാം രക്തം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിർബാധം കൊടുക്കുന്ന സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് യൂണിയൻ ഓഫ് ഇന്ത്യ DYFI. എന്തു മതം എന്തു ജാതി? മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് മതവും ജാതിയും എല്ലാം മാറ്റിവെച്ച് തിരക്കുകൾ മാറ്റിവെച്ച് കടന്നു പോകുന്ന മനുഷ്യന്റെ കണ്ണിൽ എന്തു ജാതിയാ? മനുഷ്യത്വമാണ് ജാതി, മാനവികമാണ് ജാതി. അതാണ് DYFI രാഷ്ട്രീയം, അതാണ് മാനവിക രാഷ്ട്രീയം, അതാണ് കരുത്തിന്റെ രാഷ്ട്രീയം, അതാണ് പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ കൊടി പിടിക്കണം. നിങ്ങൾ വാ DYFIക്കൊപ്പം. നോക്കൂ നിങ്ങൾ, കണ്ണ് കാണാത്ത മനുഷ്യരുടെ നാട്ടിൽ നിങ്ങളൊന്ന് കണ്ണടക്കാൻ പറഞ്ഞാൽ 1 മിനിറ്റ് കണ്ണടക്കാൻ കഴിയും. പക്ഷെ പുറത്തെന്ത് നടക്കുന്നെന്ന ആ പരാതി നമുക്കുണ്ട്. കണ്ണ് തുറക്കാൻ കൂടും. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു കൈവിന്റെ വേദന. നമ്മളൊക്കെ പണ്ട് മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പോയാൽ നമ്മുടെ കനിവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുണ്ടാകും. ഒരു തുണ്ട് എന്താ പറയാ നമ്മുടെ നാണയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. തൊക്കുതികൾ കണ്ണു കാണാത്ത മനുഷ്യരെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. നൊന്തു പറ്റ ഉമ്മയെ കാണാതെ വളർത്തി വലുതാക്കിയ ബാപ്പയെ കാണാതെ പൂമ്പാറ്റയും പുഴുക്കളെയും ഈ നാടിലെ നിത്യസുന്ദരമായ കാഴ്ചകളും കാണാതെ എത്ര മനുഷ്യരുണ്ട് പ്രിയപ്പെട്ടവരെ കണ്ണു കാണാത്തവരായി. അങ്ങനെ കണ്ണു കാണാത്തവരായി ജനിച്ചു മരിച്ചു പോകുന്ന മനുഷ്യർക്ക് മുമ്പിൽ DYFI തീരുമാനിച്ചു, എന്റെ ശരീരം മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ കണ്ണുകൊണ്ടിതാ മറ്റൊരു മനുഷ്യൻ കണ്ണു കാണട്ടെ എന്ന് തീരുമാനിച്ച് 3.5 ലക്ഷത്തോളം വരുന്ന കണ്ണുദാനം ചെയ്ത സംഘടന പേര് DYFI എന്ന സംഘടന. ഇതാണ് മാനവികത, ഇതാണ് മനുഷ്യത്വം. നോക്കൂ നിങ്ങൾ, എന്റെ ശരീരം മണ്ണിലേക്ക് പോയാൽ എന്താ പുഴുക്കളും അതുപോലെ തന്നെ മണ്ണിരകളും കൊത്തിവലിക്കും. എന്റെ ശരീരം മണ്ണിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ഹൃദയം, എന്റെ കരൾ, എന്റെ വൃക്ക, എന്റെ എല്ലാ അവയവവും ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന ഏറ്റവും കനിവോടുകൂടിയ നിലപാട് സ്വീകരിച്ച സംഘടന പേരാണ് DYFI. നിങ്ങൾ നോക്ക്, ഇന്ന് കേരളത്തിലെ ആശുപത്രിയിലേക്ക് പോയാൽ ആശുപത്രിയിൽ പോകുന്നവർക്കറിയാം അവിടെ കൂട്ടിരിപ്പുകാരും അതുപോലെ രോഗികൾക്കും ഭക്ഷണം വേണം. ആ ഭക്ഷണമൊക്കെ പ്രയാസം ഉണ്ടാകും. നമ്മൾ DYFI തീരുമാനിച്ചെന്താ? DYFI തീരുമാനിച്ചു ഓരോ വീടും കയറണം. ഒരു ദിവസം നിശ്ചയിച്ചു, ഞങ്ങൾ വീട് കയറാൻ തീരുമാനിച്ചു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇതാ ഇന്ന ദിവസം വരും. ആ ദിവസം വന്നാൽ നിങ്ങൾ ഞങ്ങൾക്കൊരു പൊതിച്ചോറ് നൽകണം. ആ പൊതിച്ചോറ് നിങ്ങൾ നൽകിയാൽ ഞങ്ങൾ കൂട്ടിരിപ്പുകാർക്ക് കൊടുക്കും. അങ്ങനെ പൊതിച്ചോറ് ഇന്ന ദിവസം വേണ്ടി നൽകാൻ വേണ്ടി തീരുമാനിച്ച് മറ്റൊരു ദിവസം DYFI പ്രവർത്തകർ പ്രിയപ്പെട്ടവരെ നാട്ടിലെ മനുഷ്യരുടെ അടുത്തേക്ക് പോകും. അവരെന്ത് ചെയ്യും? അവരുടെ സ്നേഹ സമ്മാനം പൊതികളാക്കി മടക്കി വെച്ച് നോക്കൂ നിങ്ങൾ, മെഡിക്കൽ കോളേജിലേക്ക് കൊടുക്കും. ആ മെഡിക്കൽ കോളേജില് ദിക്കറിയാത്ത, ദിശയറിയാത്ത, പേര് ഊരും അറിയാത്ത ഏതോ ഒരു മനുഷ്യന്റെ വിശപ്പടക്കാൻ ഒരു ഭക്ഷ്യപ്പൊതി കാത്തുവെക്കുന്ന സംഘടന പേരാണ് DYFI. ഒരു ദിവസം 50,000 പൊതിച്ചോറ് നൽകുന്ന സംഘടന
DYFI. ഇതാണ് മാനവികത, ഇതാണ് മനുഷ്യത്വം. ഈ മനുഷ്യത്വം നിങ്ങൾ കൊടി പിടിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവര്, നോക്കൂ, നമ്മൾ ഓരോ ജൂൺ 5-ന്റെയും പരിസ്ഥിതി ദിനം കടന്നു വരുമ്പോ നമ്മൾ വൃക്ഷം നട്ടുപിടിപ്പിക്കാറുണ്ട്. നോക്കൂ, ഞാനൊരു മാവുമരം നട്ടുപിടിപ്പിച്ചാൽ 10-20 വർഷത്തിന് ശേഷം ആ മാവുമരം ഉണ്ടാകുമ്പോ ഞാൻ ഉണ്ടാകുമായിരിക്കില്ല, ഞാൻ മരിച്ചുപോയിരിക്കും. പക്ഷേ ഞാൻ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടാവില്ല. പക്ഷേ വിശന്നു വരയുന്ന ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി കല്ലെടുത്തെറിഞ്ഞാൽ ആ മാവിൽ നിന്നൊരു മാമ്പഴം മുതലാൻ കഴിഞ്ഞാൽ എവിടെയെങ്കിലും മനുഷ്യൻ ക്ഷീണിച്ചു വന്നാൽ ആ മാവിന്റെ ചുവട്ടിലൊന്നിരുന്ന് കുളിരേറ്റു വാങ്ങിയാൽ അതിനേക്കാൾ വലിയ മനുഷ്യത്വമുണ്ടോ കൂട്ടരെ? ഈ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടന പേരാണ് DYFI എന്ന് നാം ചേർത്ത് പിടിക്കണം. ഇതാണ് മാനവികത. ഇത് നിങ്ങൾക്ക് പക്ഷം പിടിക്കാൻ കഴിയോ? ഇത് നിങ്ങൾക്ക് കൊടി പിടിക്കാൻ കഴിയോ? നിങ്ങൾ വാ, അതാണ് DYFIയുടെ പതാക. DYFIയുടെ രാഷ്ട്രീയം നോക്കൂ. നിങ്ങൾ റോഹിംഗ്യൻ മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നവരാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. മ്യാൻമറിലെ ബുദ്ധ ഭരണകൂടം വേട്ടയാടി അവസാനം ദിശയും ദിക്കും അറിയാതെ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് കടന്നു വന്ന് ഇന്ത്യയിൽ പുഴുക്കളെ പോലെ ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുണ്ട്. ആ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ പഠിക്കാനും ഇന്ത്യയിൽ ജീവിച്ചു വളരാനും ഇവിടെ അവസരമൊരുക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്ത രാഷ്ട്രീയ യുവജന സംഘടന പേര് കൂടിയാണ് DYFI. അതാണ് രാഷ്ട്രീയം. ആ മാനവികമായ രാഷ്ട്രീയത്തിന് നിങ്ങൾ പക്ഷം പിടിക്കുന്നുണ്ടോ? ജനിച്ചു വീഴുന്ന മനുഷ്യരെ അപരത്വം സൃഷ്ടിച്ച് വെട്ടിമുറിക്കാൻ, ഹിന്ദുവായി മുസൽമാനായി വെട്ടിമുറിക്കാൻ തീരുമാനിക്കുമ്പോ ഇന്ത്യ കീഴടങ്ങില്ല, നാം നിശബ്ദമാവില്ല എന്ന് പറഞ്ഞ് ഓരോ തെരുവിലും പൗരത്വമായി നടത്തിയ സംഘടന പേരാണ് DYFI. അതിന്റെ പക്ഷത്ത് നിങ്ങൾക്ക് കൈപിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ എത്രയേറെ ചോദ്യം. 87-ന്റെ തെരുവിൽ ക്രൈസ്തവ മതവിശ്വാസികളെ മാരാമൻ കൺവെൻഷൻ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് RSS തിട്ടൂരടക്കിയപ്പോ കോട്ടയത്ത് ആലപ്പുഴയിലെ മാരാമൻ കൺവെൻഷന് ഒരു ശുഭ്രപതാകയും പിടിച്ച് 100 ചെറുപ്പക്കാർ കാവലുന്നു. ആ ചെറുപ്പത്തെ കാലമടയാളപ്പെടുത്തി DYFI എന്ന്. അതാണ് രാഷ്ട്രീയം. ഏത് സംഘടന, ഏത് നാട്ടിൽ പ്രതിസന്ധി ഉണ്ടായാലും ഈ സംഘടന ഉണ്ടാകും. 1987 ഓഗസ്റ്റ് മാസം 15-ന് വൈകുന്നേരം 4 മണി ചരിത്രം അടയാളപ്പെടുത്തിയ സുവർണ നിമിഷങ്ങളാണ് ആ 4 മണി. എന്താണെന്നറിയോ? ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മനുഷ്യ സംഘടന തീർക്കാൻ തീരുമാനിച്ചു. പങ്കെടുത്ത പ്രിയപ്പെട്ട സഖാക്കൾ, പ്രായമുള്ളവർ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. കുതിരാട്ടം, പപ്പു ഉൾപ്പെടെ പങ്കെടുത്ത രാഷ്ട്രീയ സമരമായിരുന്നു ആ സമരം. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 750 കിലോമീറ്റർ. 750 കിലോമീറ്റർ. എന്താ മുദ്രാവാക്യം? വിധ്വംസകതക്കെതിരെ, വർഗീയതക്കെതിരെ മാനവിക ഐക്യം എന്നായിരുന്നു മുദ്രാവാക്യം. 87 നാം മുദ്രാവാക്യം വിളിക്കുമ്പോ 4 മണിയുടെ തെരുവിൽ നാം വിളിച്ചു പറഞ്ഞു, ഇന്ത്യയെ വിഭജിക്കാൻ, പള്ളി തകർക്കാൻ RSS കടന്നു വരികയാണ്. RSS കടന്നു വന്നാൽ ബാബരി പള്ളി തകർക്കപ്പെടും. ബാബരി പള്ളി തകർക്കപ്പെട്ടാൽ പ്രിയപ്പെട്ടവരെ ദിക്കറിയാതെ, ദിശയറിയാതെ കൂരിരുട്ടിലേക്ക് ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ട ചെറുപ്പക്കാർ സഹോദരങ്ങൾ അണ്ടുപോകും. അതുകൊണ്ട് ഭരണകൂടം നിങ്ങൾ ശ്രദ്ധിക്കണം, കരുതലുണ്ടാകണം എന്ന് നാം വിളിച്ചു പറഞ്ഞു ആ തെരുവിൽ നിന്ന്. ഒരു പക്ഷേ ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരു സമരത്തിന് മുമ്പിൽ 30 ലക്ഷം മനുഷ്യരെ അണിനിരത്തി ഹിന്ദുവിനും മുസൽമാനെയും ക്രിസ്തുമത വിശ്വാസിയെയും ഒരു ചങ്ങലെ കൊണ്ട മുത്തുമണികളെ പോലെ അണിനിരത്തി ഞങ്ങളുണ്ട്, ഈ നാടിന് കാവൽ നിൽക്കാൻ എന്ന് പ്രഖ്യാപിച്ച് ലോക ചരിത്രത്തിൽ മനുഷ്യ സംഘടന തീർത്ത രാഷ്ട്രീയ യുവജന സംഘടന പേരാ DYFI എന്ന് കാലമടയാളപ്പെടുത്തും. നിങ്ങൾ മാനവികത പക്ഷത്തുണ്ടോ? കടന്നു വരും DYFIയുടെ പക്ഷത്തേക്ക്. മനുഷ്യപ്പട്ടയും സ്നേഹജ്വാലയും മാനവ സംഗമങ്ങളും സെക്യുലർ ഫെസ്റ്റുകളും അസംഖ്യം വരുന്ന രാഷ്ട്രീയ സമരങ്ങളായി ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയതാണ് DYFI. അതിന്റെ നിറവിലാണ് പ്രിയപ്പെട്ടവരെ RSSന്റെ തമ്മാടിപ്പട ഈ നാടിന് മുമ്പിൽ കടന്നു വരാത്തത്. തലയിൽ തൊപ്പിയിട്ടു എന്ന പേരിൽ ജുനൈദിന് മരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ജുനൈദുമാരുടെ മുമ്പിലേക്ക് സംഘപരിവാർ രാഷ്ട്രീയ തമ്മാടികൾക്ക് കടന്നു വരാൻ കഴിയില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ അതിന് കാവൽ നിൽക്കാൻ ഒരു സംഘടനയുണ്ട്. അതിന്റെ പേരാണ് DYFI. അതുകൊണ്ടാ സംഘപരിവാരത്തിന് ഉറങ്ങുതുള്ളാൻ കഴിയാത്ത നാടിന്റെ പേരായി ഈ കേരളം ഇപ്പോഴും അവശേഷിക്കുന്നത്. അതിന് പക്ഷം പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ചോദ്യം.
നാളെ ആസൂത്രിതമായി വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നു, മതവും ജാതിയും നാട്ടിൽ കുത്തി നടക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരെ ശബ്ദിക്കേണ്ടതുണ്ടോ? അതിനെതിരെ ഐക്യത്തിനെ രൂപപ്പെടുത്തേണ്ടതുണ്ടോ? നോക്കൂ നിങ്ങൾ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് സൈനാത്തയിന്ന് വീട്ടിൽ ഞാൻ ഇറങ്ങിയപ്പോ രാവിലെ 8 മണിക്ക് പാർട്ടി ലോക്കൽ കമ്മിറ്റി യോഗമുണ്ട്. ഞാൻ നീക്കുന്നത് 7:37. എനിക്ക് ചായ കുടിക്കാൻ നേരമില്ല. സൈനാത്തനോട് ചോദിച്ചു, നീ ചായ കുടിക്കാൻ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു വരും, എന്നാൽ പത്തിരി കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇജത് തിന്നുകൊണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വന്നത് 11:15. ഞാൻ 11:15 വീടിനകത്ത് വന്ന് അടുക്കളയിൽ ഇങ്ങനെ പാത്രത്തിന്റെ ശബ്ദം കേട്ടപ്പോ തൊട്ടപ്പുറത്ത് സൈനാത്ത ചോദിച്ചു, നീ പത്തിരി കോഴിക്കറി കഴിച്ചോ? ആ നാടിന്റെ പേരാണ് കേരളം. ആ നാടിനെ നിങ്ങൾ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്നത്. എത്രമേൽ മനുഷ്യരുടെ നിസ്സഹായമായ സ്നേഹത്തിന്റെ, നിർമ്മലമായ സ്നേഹത്തിന്റെ നടുവിലല്ലേ ഞാനും നിങ്ങളൊക്കെ ഇപ്പോഴും ജീവിക്കുന്നത്. നോക്കൂ നിങ്ങൾ, എനിക്ക് ഞാൻ മാത്രം മതിയോ? എന്റെ മതവിശ്വാസത്തിൽപ്പെട്ട ഹിന്ദു മതവിശ്വാസം നാമധാരിയാണെന്നതുകൊണ്ട് എനിക്ക് ഞാൻ മാത്രം മതിയോ? എന്റെ മതവിശ്വാസത്തിൽപ്പെട്ടവർ മാത്രം മതിയോ? എനിക്കങ്ങനെ ജീവിക്കാനാകുമോ? നിശ്ചയമായും ഉണ്ടാവില്ല. എല്ലാ മനുഷ്യരെയും കലർപ്പില്ലാത്ത സ്നേഹത്തിലൂടെയാണ് നാം കടക്കുന്നത്. ടിപ്പു സുൽത്താന്റെ പേരിൽ ഒരു സിനിമയിലെത്താൻ പൃഥ്വിരാജിന് വേട്ടയാടപ്പെട്ടത് നാടിന്റെ പേരായി ഈ നാട് മാറുകയാണ്. വിജയ് എന്ന് പറയുന്ന ഇളയ ദളപതി, ആശാമിന്റെ ഒരാളാണ്. ആ ഇളയ ദളപതിയായ വിജയ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ വിജയ് ജോസഫാണെന്ന് ആരാ പറഞ്ഞത്? എനിക്കറിയില്ല വിജയ് ജോസഫായിരുന്നു. അതാരാ പറഞ്ഞത്? ആർക്കൊന്ന് പറയാം, അയാൾ ഹിന്ദുവല്ല, അയാൾ വിജയ് ജോസഫാണ്. ടിപ്പു സുൽത്താനെ പകർത്താൻ പറ്റില്ല. MT വാസുദേവൻ നായരോട് നിങ്ങൾ എഴുതണ്ട എന്ന് കൽപ്പിക്കുന്നു നാട്ടിൽ. നോക്കൂ, ഒരു സിനിമ എടുക്കാൻ കഴിയാത്ത, കവിത എഴുതാൻ കഴിയാത്ത, കഥ എഴുതാൻ കഴിയാത്ത ജനാധിപത്യ വിരുദ്ധമായ നാടായി ഇന്ത്യ മാറുമ്പോൾ അതിന് നാം അനിവാര്യമായും കാവൽ നിൽക്കേണ്ടതുണ്ട്. ആ കാവൽ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, ജാതിക്കും മതത്തിനും അപ്പുറം ഈ നാടിനെ സ്നേഹിക്കാൻ, ഇഷ്ടപ്പെടാൻ, പ്രണയിക്കാൻ, കരുതലാകാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞു. അതിനുള്ള രാഷ്ട്രീയ സമരങ്ങളായി ഓരോ സമരവും വികസിക്കണമെന്ന് മാത്രം പറഞ്ഞു. തൃക്കണ്ണമൂട് മേഖലാ കമ്മിറ്റി കെട്ടകാലത്ത് നടത്തിയ ഏറ്റവും ഉജ്ജ്വലമായ സമരമായി ഇത് മാറും. നോക്കൂ നിങ്ങൾ, ഫുട്ബോൾ ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് ഹിന്ദുവിനെയും മുസൽമാനെയും ഒരുമിച്ചിരുത്തുന്ന ഇടങ്ങളാണ്. ഇതുപോലെ സെക്യുലർ ഫെസ്റ്റുകൾ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്തുമത വിശ്വാസിയെയും ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. ഗാനമേളകൾ, പാട്ടുകൾ, കച്ചേരികൾ, സംഗീതങ്ങൾ എല്ലാവരെയും ഒരുമിച്ചിരിക്കുന്ന ഇടങ്ങളാണ്. ഇത്തരം ഇടങ്ങൾ ഉണ്ടാവണം. കമ്പാർട്ട്മെന്റലൈസേഷൻ നടത്താതെ എല്ലാവരും ഇടകിച്ചെന്ന് ജീവിക്കണം. അതിന് ഇതുപോലെ മാനവ സംഗമം നടത്തണം. ആ മാനവ സംഗമം നടത്തുന്ന തൃക്കണ്ണമൂട് മേഖലാ കമ്മിറ്റി പക്ഷേ ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ അവസാനത്ത് നിങ്ങളും ഈ നാടിനെ വെട്ടിമുറിക്കാൻ ശ്രമിച്ചപ്പോ നിങ്ങൾ എന്തു ചെയ്തു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഇതാ ഈ എല്ലാ മതവിശ്വാസികളെയും അണിനിരത്തി ഞങ്ങൾ സെക്കുലർ യൂത്ത് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരുന്നു എന്ന് ഒരു ചരിത്രത്തിന് അഭിമാനപൂർവ്വം സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയും. അത് ചരിത്ര നിയോഗമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ആ നിയോഗത്തിന് അഭിവാദികൾ അർപ്പിച്ച് പ്രിയപ്പെട്ടവരെ അവസാനിപ്പിക്കും. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ അഭിവാദികൾ അവസാനിപ്പിക്കും.